നമസ്കാരം, അഖിലാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആൾക്കാർ ജീവിക്കുന്നതെന്ന് എനിക്കിവിടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ. നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പൂരം നടന്നാൽ എങ്ങനെയാണ്? ആനയും അമ്പാരിയും ആൾക്കാരും ഒക്കെ ആയിട്ട് മുഴുവൻ ഒരു ബഹളമല്ലേ. അതുപോലെ കാനഡയിൽ വന്നിട്ടൊരു തൃശ്ശൂർ പൂരം കൂടി ഇറങ്ങിയ ഫീലാണ് ഇത്രയും ആൾക്കാരുടെ, ഇത്രയും ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് അവരുടെ ഓരോരുത്തരുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത്. എല്ലാവരും കാനഡ ഡേ ആഘോഷിക്കുകയാണ്. ഈ പ്രോഗ്രാം നടക്കുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രൊവിൻസിലുള്ള സറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എല്ലാവരും കൂടെ ചേർന്ന് അവിടെയുള്ള ഒരു ആംഫി തിയേറ്റർ, അതായത് ഒരുപാട് പേർക്ക് ഒത്തുചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, ഒരു സ്റ്റേഡിയം, ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലത്ത് ഒത്തുചേർന്ന് അവർ കാനഡ ഡേ, കാനഡയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എല്ലാവരും ചുവന്ന ഡ്രസ്സുകളിലാണ് കേട്ടോ. ഈ നിൽക്കുന്നത് ഞാനാണ്. ഞാൻ വെറുതെ അവരെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരുടെ ഒപ്പം കയറി നിന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്, വളരെ സന്തോഷത്തോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മൾ മറ്റൊരു നാട്ടിൽ നിന്നാണ് വന്നതെന്നുള്ള ചിന്തകളൊന്നും അവർക്കില്ല. അവർ നമ്മളെ അവരിൽ ഒരാളായി കാണുന്നു, അവരിൽ ഒരാളായി സ്വീകരിക്കുന്നു, നമ്മളെ അവരോടൊപ്പം ചേർക്കുന്നു. എല്ലാവരെയും ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് ട്രക്കുകളിൽ നമുക്കത് കാണാൻ പറ്റും. ഐസ്ക്രീം ഞങ്ങൾക്ക് തന്നത് ചൈനയിൽ നിന്നുള്ളൊരു ചേട്ടനാണ്. അല്ലെങ്കിൽ ഞങ്ങൾ മേടിച്ച ഭക്ഷണം ജമൈക്കയിൽ നിന്നാണ്. ഞങ്ങൾ വൈകിട്ട് ഡിന്നർ കഴിച്ചൊരു ജമൈക്കൻ ഫുഡാണ്. ഇവിടെ സംഗീത പരിപാടി അവതരിപ്പിച്ചത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പറ്റം കലാകാരന്മാരാണ്. അപ്പോൾ അതുപോലെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സെലിബ്രേഷനാണ് ഈ കാനഡ ഡേ എന്ന് പറയുന്ന സെലിബ്രേഷൻ. എല്ലാ വർഷവും ജൂലൈ 1 ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജൂലൈ 1 1867 ബ്രിട്ടീഷ് നോർത്ത് അമേരിക്ക ആക്ട് പാസ്സാക്കുന്നത്. ഇന്ത്യ പോലെ തന്നെ കാനഡയും ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. യുണൈറ്റഡ് കാനഡാസ്, നോവ സ്കോഷ്യ, അതുപോലെ ന്യൂ ബ്രുൻസ്വിക്ക് എന്ന് പറയുന്ന ഈ 3 കോളനികൾ ചേർന്ന ഒരു സ്ഥലമായിരുന്നു അന്നത്തെ കാനഡ. അന്നതിന് കാനഡ എന്ന് പേരില്ല. പക്ഷേ പിന്നീട് 1867 ജൂലൈ 1 ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിൽ തന്നെ കാനഡ എന്ന് പറയുന്ന ഒരു സ്ഥലം രൂപീകരിച്ചു. അന്ന് ഈ ദിവസം അറിയപ്പെട്ടിരുന്നത് ഡൊമിനിയൻ ഡേ എന്നായിരുന്നു. ഡൊമിനിയൻ എന്ന് വെച്ചാൽ പരമാധികാരം, അങ്ങനെയാണ് അതറിയപ്പെട്ടിരുന്നത്. പക്ഷേ അതിനുശേഷം 1982 ഈ പേരിനെ കാനഡ ഡേ എന്ന് മാറ്റുകയായിരുന്നു. കാനഡ ഡേയുടെ സെലിബ്രേഷൻ്റെ സമയത്ത് രാജ്യം മുഴുവൻ ആഘോഷങ്ങളാണ്. ഒരുപാട് കാർണിവലുകൾ, ഫെസ്റ്റിവലുകൾ, അല്ലെങ്കിൽ എല്ലാവരും ചേർന്നിരുന്ന് ബാർബിക്യൂ ഉണ്ടാകുന്നു. പിന്നെ എയർ ആൻഡ് മാരിടൈം ഷോകൾ, ഫയർ വർക്കുകൾ, മ്യൂസിക്കൽ കൺസേർട്ടുകൾ, അങ്ങനെ ഫുൾ ആഘോഷങ്ങളാണ്. ഇതുപോലുള്ള കുറേ കാഴ്ചകൾ ഞങ്ങൾക്കും ഇവിടെ കാണാൻ പറ്റി. കാനഡയുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ബോർഡുകൾ, അതുപോലെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്ന മ്യൂസിക്കൽ ബാൻഡുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. 10,000-കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായി ചെതറി കിടക്കുകയാണ്. ചിലർ പാട്ട് കേൾക്കാൻ, പാട്ട് ആസ്വദിക്കാൻ വന്നിരിക്കുന്നു. ചിലർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ഷോപ്പിംഗ് സ്റ്റാളുകളിലൂടെ കറങ്ങി നടക്കുന്നു. അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന സോപ്പുകൾ, കുറച്ച് കരകൗശല വസ്തുക്കൾ, ഇതൊക്കെ മേടിക്കാനായിട്ട്, ഇതൊക്കെ കണ്ട് കൗതുകം തോന്നി നോക്കി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ഈ പ്രോഗ്രാമിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്ലാനോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായൊരു ഫുഡ് ട്രക്കിൻ്റെ മുമ്പിൽ ചെന്നു. അതൊരു ജമൈക്കൻ ഫുഡായിരുന്നു. ജമൈക്കൻ ഫുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ചിക്കന്, അതിൻ്റെ കൂടെ കുറച്ച് റൈസ്, പിന്നെ കുറച്ച് കോളിഫ്ലവർ, ക്യാബേജ്, അതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ട് നടക്കുന്ന നമ്മൾ ചെല്ലുന്നത് വളരെ വലുതായ വലിയൊരു സ്റ്റേജിൻ്റെ മുമ്പിലേക്കാണ്. അവിടെ ജനങ്ങൾ ഒത്തുകൂടി അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ അക്ഷമരായിട്ടൊരു പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തിയത് ഒരു വൈകിട്ട് 5 മണിയോടുകൂടിയാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ തുടങ്ങി നല്ലൊരു ആവേശത്തിലാണ് എല്ലാവരും. പിന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇത് രാത്രി മുഴുവൻ തുടരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിരാവിലെ വരെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് അത്രയും സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു 8 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് പോവാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളും അതുപോലെ വയറ് നിറയുന്ന നല്ല രുചിയുള്ള ഭക്ഷണവും കഴിച്ച് അടുത്ത യാത്രയ്ക്കുള്ള, അടുത്ത കാഴ്ചകൾക്കുള്ള ഊർജ്ജവുമായിട്ട് ഞങ്ങളെല്ലാവരും പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.